Hello all, welcome to Learnino. ഇനി നമ്മൾ ആവറേജ് എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആവറേജിന്റെ തിയറി പാർട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു, കാരണം സിമ്പിൾ ടോപ്പിക് അല്ലേ. ജസ്റ്റ് ആവറേജ് സ്പീഡിന്റെ കോൺസെപ്റ്റ് മാത്രം ഒന്ന് മൈൻഡിൽ വെക്കുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ആവറേജ് സ്പീഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ a man covers certain distance at 90 km per hour and returns back to the starting point at 60 km per hour. His average speed during the whole journey is. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഈ ടൈപ്പ് ഞാൻ തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞപ്പോൾ രണ്ട് സ്പീഡ് യുവും വിയും സെയിം ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടുന്ന് റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2uv ബൈ uv, സോറി u പ്ലസ് v. അപ്പോ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 2 into 90 into 60 by 90 plus 60, ദാറ്റ് ഈസ് 72 km/h ആയിരിക്കും ആവറേജ് സ്പീഡ്. Next question, find the average of all prime numbers between 30 and 50. 30യുടെയും 50യുടെയും ഇടയിലുള്ള എല്ലാ പ്രൈം നമ്പേഴ്സിന്റെ ആവറേജ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്പേഴ്സുമായിട്ടൊന്ന് പരിചിതമാവുക. പ്രൈം നമ്പേഴ്സ് ഏതാണ്, ഓഡ് നമ്പർ ഈവൻ നമ്പർ ഒക്കെ പിന്നെ നമുക്ക് അറിയാലോ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ജസ്റ്റ് നമ്പേഴ്സുമായിട്ടൊന്ന് പരിചിതമാവുക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ആവറേജില് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ 30യുടെയും 50യുടെയും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 5 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 31, 37, 41, 43, 47. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. ആൻസർ ഈസ് 199 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 39. 10, 11, 12, 19, okay. Next question. The average age of 5 members of a committee is the same as it was 3 years ago, because an old member has been replaced by a new member. The difference between age of the old and new member is. അപ്പോൾ ആവറേജ് ഏജ് ഓഫ് 5 members എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ബൈ 3 ആണ്. കാരണം അവർ തമ്മിലുള്ള ഡിഫറൻസ് 3 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആവറേജ് 3 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ റിക്വയർഡ് ഡിഫറൻസ് പറയുമ്പോൾ 5 members ആയത് കാരണം സമ്മ് ഇൻക്രീസ് ചെയ്യുന്നത് 3 into 5, അതായത് ആവറേജ് 3 ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സം ഇൻക്രീസ് ചെയ്യുന്നത് 3 into 5 which is equal to 15 years ആണ്. ഇനി average of 5 members is 40. If one number is excluded, then the average becomes 38. The excluded number is. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 40 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്പേഴ്സിന്റെ സം എന്ന് പറയുമ്പോൾ 5 into 40 ആണ്. ഇനി ഒരു നമ്പർ എക്സ്ക്ലൂഡ് ചെയ്തു, ആ എക്സ്ക്ലൂഡ് ചെയ്തത് നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പൊ ബാക്കി മൊത്തം എത്ര ആൾക്കാരുണ്ട്? 5 എന്ന് പറഞ്ഞാൽ പോയാൽ 4. ആ 4ത്തിന്റെ ആവറേജ് 38 ആണ്. അപ്പൊ അതിന്റെ സമ്മ 4 into 38 ആണ്. അപ്പൊ ഈ സമ്മ പ്ലസ് ഈ ഒരു എക്സ്ക്ലൂഡഡ് മെമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ സമ്മ കിട്ടും. അങ്ങനെയാണല്ലോ വരിക. അപ്പൊ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 48 എന്ന് കിട്ടും. ആവറേജ് ഓഫ് ഇത് വളരെ അധികം കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. Average of 35 observations is 30. Out of this, average of first 18 observations is 30 and last 18 observations is 40. 18th observations. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ പേടിക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ മൊത്തം 35 ഒബ്സർവേഷൻസ് ഉണ്ട്. ആദ്യത്തെ 18 ഒബ്സർവേഷൻസിന്റെ
ആവറേജ് തന്നിട്ടുണ്ട്, അവസാനത്തെ 18 ഒബ്സർവേഷൻസിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. അപ്പൊ മൊത്തം ആ നടുവത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നടുവത്തെ 2 തവണ ഇൻക്ലൂഡ് ചെയ്തിട്ട് 36 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യത്തെ 18 into 30 ചെയ്യുക, രണ്ടാമത്തെ 18 into 40 ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ മൊത്തം ഉള്ള സമ്മ് പ്ലസ് ആ മിഡിൽ ടേം ഒരു തവണയും കൂടെ ആഡ് ആവുന്നുണ്ട്. അപ്പൊ മൊത്തം 18 into 30 plus 18 into 40 is equal to 35 into 30 plus x. ഇക്വേഷൻ ജസ്റ്റ് സോൾവ് ചെയ്യുക. ഇതിൽ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ, ജസ്റ്റ് സോൾവ് ചെയ്യുക. x is equal to 210 കിട്ടും. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 പ്രൈം നമ്പേഴ്സ് ഈസ്. അപ്പൊ ഫസ്റ്റ് 5 പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 plus 3 plus 5 plus 7 plus 11. 2 plus 3 5, 5 plus 5 10, 10 plus 7 17, 17 plus 11 28. 28 by 5 is equal to 5.6. 5.6 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, the average weight of 100 students is 46 kg. Average weight of boys is 50 kg. If the number of boys is 60, average weight of girls in kilogram is. ഇതും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആവറേജ് വെയിറ്റ് ഓഫ് 100 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് 46 ആണ്. അപ്പൊ എല്ലാവരുടെയും കൂടെ വെയിറ്റിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 100 into 46 ആയിരിക്കും. ഓക്കെ, എല്ലാവരുടെയും വെയിറ്റിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 100 into 46 ആയിരിക്കും. ഇനി ബോയ്സിന്റെ ആവറേജ് വെയിറ്റ് 50 kg ആണെന്നും ബോയ്സിന്റെ നമ്പർ 60 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ബോയ്സിന്റെ വെയിറ്റിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 50 into 60 എന്ന് വരും. അപ്പൊ ഗേൾസിന്റെ നമ്പർ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അവിടെയാണ് നമ്മൾ ലോജിക് ഉപയോഗിക്കേണ്ടത്. മൊത്തം 100 സ്റ്റുഡൻസ് ആണ്, ബോയ്സ് 60 ആണെങ്കിൽ ഗേൾസ് 40 എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ x into 40 അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x is equal to 40 kg എന്ന് കിട്ടും. ഓക്കെ, ഇതിലെ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യാത്തത്. ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 5 ഹോൾ നമ്പേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹോൾ നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ യു മസ്റ്റ് ഇൻക്ലൂഡ് 0. 0 plus 1 plus 4 plus 9 plus 16 divided by 5. 10 14 30 by 5 is equal to 6. The average of first 5 odd prime numbers is. Odd prime numbers. അപ്പൊ 3 plus 5 plus നേരത്തെ 5 പ്രൈം നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 ഇൻക്ലൂഡ് ചെയ്തു, ഇവിടെ 2 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ 3 plus 5 plus 7 plus 11 plus 13 divided by 5 which is equal to 7.8. Last question, average of 18 observations is 30. Average of 22 observations is 40. Average of all combined observations is. Simple question ആണ്. ഒരു 18 ഒബ്സർവേഷന്റെ ആവറേജ് 30 ആണ്. അപ്പൊ അവയുടെ സമ്മ് എന്ന് പറയുമ്പോൾ 18 into 30. അടുത്ത 22 ഒബ്സർവേഷൻസ്, ഇത് ഇൻക്ലൂഡ് ചെയ്യാത്ത 22 ഒബ്സർവേഷൻസ് ആണ്. അപ്പൊ അതിന്റെ എന്ന് പറയുന്നത് 40 ആണ് ആവറേജ്. അപ്പൊ അതിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ 22 into 40 880 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ് ചെയ്യേണ്ടത്. അപ്പൊ 18 plus 22 40. അപ്പൊ 18 into 30 plus 22 into 40 divided by 40 which is equal to 35.5. ഇതാണ് വരുന്നത്. ഇത്രയാണ് ആവറേജിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.